നമസ്കാരം. അഴിമതിക്കാർക്കെതിരെ അന്വേഷണം നടത്തും, എല്ലാവരെയും ജയിലിലടയ്ക്കും, 6 മാസത്തിനുള്ളിൽ അവരുടെ സ്വത്ത് കണ്ടുകിട്ടും. 2012 നവംബർ 26 ആം ആദ്മി പാർട്ടി രൂപീകരിക്കുമ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ വാചകങ്ങളാണിത്. അതേ അരവിന്ദ് കെജ്രിവാളിന് തന്നെ അഴിമതി കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നത് മറ്റൊരു കാര്യം. സംശുദ്ധ രാഷ്ട്രീയമെന്ന ഉറപ്പിനോടൊപ്പം VIP സംസ്കാരം തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ ഭ്രമിച്ചുപോയി. കേരളത്തിൽ പിണറായി വിജയന് അധികാരം കിട്ടിയതുപോലെ. ആദ്യം അഴിമതി കേസിലകത്തായത് മന്ത്രി സത്യേന്ദ്ര ജെയിനായിരുന്നു. പിന്നാലെ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും അകത്തായി. ഏതൊരു കാര്യത്തിനും അരവിന്ദ് കെജ്രിവാൾ തുടക്കമിട്ടിരുന്നത് കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടായിരുന്നു. കറൻസി നോട്ടിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം വേണമെന്നാവശ്യപ്പെട്ടു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മാതൃക ഡൽഹിയിൽ സ്ഥാപിച്ചു. അക്ഷർധാം ക്ഷേത്രത്തിന് മുന്നിൽ സർക്കാർ ചെലവിൽ പൂജ നടത്തി. മുതിർന്ന പൗരന്മാർക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സൗജന്യ യാത്ര നൽകി. ക്ഷേത്രങ്ങളിലെയും ഗുരുദ്വാരകളിലെയും പുരോഹിതന്മാർക്കും മാസശമ്പളം പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ ഹിന്ദുക്കളെ കയ്യിലെടുക്കാനുള്ള സകല അടവുകളും കേജ്രിവാൾ പയറ്റി. BJPയോട് എതിരിടുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപബാധിത പ്രദേശം സന്ദർശിക്കാൻ കേജ്രിവാൾ മെനക്കെട്ടില്ല. മാത്രവുമല്ല, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിൽ സജീവമായതുമില്ല. കേജ്രിവാളിന് തുടക്കത്തിൽ തന്നെ വല്യേട്ടൻ മനോഭാവമായിരുന്നു. ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായ പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും ആശിഷ് ഖേതാനും കുമാർ വിശ്വാസുമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി വിട്ടുപോയിരുന്നു. പിന്നീടങ്ങോട്ട് കേജ്രിവാളിൻ്റെ വൺമാൻ ഷോയാണ് അരങ്ങേറിയത്. ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിലും താനാണ് മത്സരിക്കുന്നതെന്ന് കരുതി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചതു തന്നെ ഉദാഹരണം. കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കസേര ഒഴിച്ചിട്ടിട്ടാണ് പുതിയ മുഖ്യമന്ത്രി അതിഷി ഭരണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അതിഷി ഉൾപ്പെടെയുള്ളവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നുവത്രേ. മുഖ്യമന്ത്രിയുടെ 6 ഫ്ലാഗ് സ്റ്റാഫ് റോഡിലെ വസതി കോടിക്കണക്കിന് രൂപ ചെലവിട്ട് മോടി പിടിപ്പിച്ചെന്നുള്ള ആരോപണം BJP ഉയർത്തി. ഈ വസതിയിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നീക്കുന്ന കർട്ടനും സ്വർണം കൊണ്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും ഇറ്റാലിയൻ മാർബിളുമൊക്കെ ഉണ്ടെന്നായിരുന്നു BJP പ്രചരിപ്പിച്ചതും കേജ്രിവാളിന് തിരിച്ചടിയായതും. ഒരു കുപ്പി വാങ്ങിയാൽ ഒരെണ്ണം സൗജന്യം എന്ന് പ്രഖ്യാപിച്ച മദ്യനയത്തിൽ അഴിമതിയുണ്ടെന്ന് BJPയും കോൺഗ്രസും ആരോപിച്ചു. ഈ മദ്യനയം 1 വർഷത്തിനു ശേഷം പിൻവലിച്ചെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ചുള്ള കേസുകൾ ഉയർന്നു വന്നു. 2020 ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും നടപ്പിലാക്കാൻ കേജ്രിവാളിന് കഴിഞ്ഞില്ല. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ പദ്ധതികളും കുടിവെള്ള വൈദ്യുതി സബ്സിഡികളും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയും ഒക്കെ നൽകിയത് ഭരണ തുടർച്ചയുണ്ടാക്കാൻ സഹായിച്ചെങ്കിലും 20 ലക്ഷം തൊഴിലവസരങ്ങൾ, എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ തുടങ്ങിയ 2015 വാഗ്ദാനങ്ങളിൽ പലതും നടപ്പിലാക്കിയിരുന്നില്ല. മാത്രമല്ല, ഡൽഹിയെ ഒന്നടങ്കം ദുരിതത്തിലാഴ്ത്തിയ മലിനവായുവിനും പരിഹാരം കാണാൻ കേജ്രിവാളിന് കഴിഞ്ഞില്ല. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് തകർന്നു കിടന്ന റോഡുകളിൽ കുറച്ചെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയത്. യമുന നദി ശുദ്ധീകരിക്കുന്നതുൾപ്പെടെയുള്ള പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് കേജ്രിവാളിനു തന്നെ തുറന്നു സമ്മതിക്കേണ്ടി വന്നു. കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ എതിർത്തതും BJP രാഷ്ട്രീയ ആയുധമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകെയിരിക്കുന്ന സമയത്ത് ഹരിയാനയിലെ യമുന നദിയിൽ BJP വിഷം കലക്കുന്നുണ്ടെന്ന് കേജ്രിവാൾ ആരോപിച്ചത് വൻ തിരിച്ചടിയായി. കേജ്രിവാളിന്റെ ഈ ആരോപണം 2 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കിയെന്ന് BJP ആരോപിച്ചു. യമുനയെ പുണ്യനദിയായി കാണുന്ന ഡൽഹിയിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും തിരിച്ചടിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ സമാനമായ അവസ്ഥയാണ് കേരളത്തിൽ CPMനെയും പിണറായി വിജയനെയും കാത്തിരിക്കുന്നത്. അങ്ങ് ഡൽഹിയിൽ കേജ്രിവാളിന് നേരിട്ടതിനേക്കാൾ ആഘാതത്തിലുള്ള പതനം ഇങ്ങ് കേരളത്തിൽ പിണറായിയെയും കാത്തിരിക്കുന്നുണ്ട് എന്നത് കാലം തെളിയിക്കും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.